കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചന വിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ്. നീ ക്രിസ്തുവാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വയോധികൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ ദിവസവും തന്റെ വീടിന്റെ വാതിൽക്കൽ ഒരു വിളക്ക് തെളിയിക്കുമായിരുന്നു. ഒരു ദിവസം അയൽക്കാരൻ ചോദിച്ചു, അപ്പച്ച, ഇവിടെ ആരും വരാറില്ലല്ലോ, പിന്നെ എന്തിനാണ് എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കുന്നത്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരും വരാത്തത് കൊണ്ടല്ല ഞാൻ വിളക്ക് തെളിയിക്കുന്നത്. ആരെങ്കിലും വഴിതെറ്റി വന്നാൽ ഇവിടെ ഒരു വീട് ഉണ്ട്, ഇവിടെ സ്നേഹമുള്ള ഒരാൾ കാത്തിരിക്കുന്നു എന്നവന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതാണ് യേശുവിന്റെ ഹൃദയം. ലോകം നമ്മെ പല പേരുകളിൽ വിളിച്ചേക്കാം. നമ്മുടെ കഴിവുകളെയും പരാജയങ്ങളെയും അടിസ്ഥാനമാക്കി ആളുകൾ നമ്മെ വിലയിരുത്താം. എന്നാൽ യേശു ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? ശിഷ്യന്മാർ പല ഉത്തരങ്ങളും പറഞ്ഞു. എന്നാൽ പത്രോസ് ഹൃദയത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അത് വെറും ഒരു ഉത്തരമായിരുന്നില്ല, അത് പത്രോസിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. വചനവിചിന്തനം. യേശു ആദ്യം ചോദിച്ചത് ജനങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത് എന്നായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? ഇതാണ് ഇന്നും യേശു ഓരോരുത്തരോടും ചോദിക്കുന്നത്. മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് എന്തു പറയുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്. എന്റെ ജീവിതത്തിൽ യേശു ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. യേശു എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാൾ മാത്രമാണോ? എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാൾ മാത്രമാണോ? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ കർത്താവ് രക്ഷകനുമാണോ? പത്രോസ് പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനത്തിന് യേശു മറുപടി നൽകുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും. പത്രോസിന് പൂർണ്ണത ഉണ്ടായിരുന്നില്ല, അവന് ബലഹീനതകളുണ്ടായിരുന്നു. പിന്നീട് അവൻ യേശുവിനെ നിഷേധിക്കുകയും ചെയ്തു. എന്നിട്ടും യേശു അവനെ തിരഞ്ഞെടുത്തു. ഇതാണ് വലിയ ആശ്വാസം. ദൈവം പൂർണ്ണരായ മനുഷ്യരെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ തന്റെ കൃപയാൽ വളർത്തുകയാണ് ചെയ്യുന്നത്. ജീവിത സന്ദേശം: 1. യേശുവിനെ അറിയുക, മാത്രമല്ല തിരിച്ചറിയുക. യേശു ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, എന്റെ ജീവിതത്തിന്റെ കർത്താവാണ് എന്ന് തിരിച്ചറിയുക. 2. വിശ്വാസം ഹൃദയത്തിലെ വ്യക്തിപരമായ അനുഭവമാകണം. യേശു ദൈവപുത്രനാണ് എന്ന് പറയുന്നത് എളുപ്പമാണ്, എന്നാൽ പ്രതിസന്ധിയിലും അതേ വിശ്വാസം നിലനിർത്തുകയാണ് യഥാർത്ഥ വിശ്വാസം. 3. നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന് തടസ്സമല്ല. പത്രോസിന്റെ ബലഹീനതകളെക്കാൾ ദൈവം കണ്ടത് അവന്റെ ഹൃദയത്തിലെ വിശ്വാസമായിരുന്നു. 4. ക്രിസ്തുവിൽ പണിത ജീവിതം തകരുകയില്ല. സമ്പത്ത്, ആരോഗ്യം, പ്രശസ്തി, ബന്ധങ്ങൾ ഇവയെല്ലാം മാറാം, എന്നാൽ ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി പണിത ജീവിതത്തിന് ഉറച്ച അടിത്തറയുണ്ട്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.